എനിക്കാവശ്യം റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ അയാളുടെ ജോലി കൊണ്ടുള്ള സ്വാധീനമായിരുന്നു. പക്ഷേ ചന്ദ്രന് വേണ്ടത് എന്നെയും. ആ ബന്ധം കുറെ കാലമായിട്ട് കൊണ്ടു നടക്കുന്നു. നാട്ടുകാരറിഞ്ഞ് നാണക്കേടാവുന്നൊരവസ്ഥയിലേക്ക് വന്നപ്പോഴാ ചന്ദ്രന്റെ ഭാര്യ മരിച്ചത്. അതൊരു സൗകര്യമായി. കള്ളത്തരം കാണിച്ചതിന് സസ്പെൻഷനിലായ ചന്ദ്രനെ പിന്നെ ഞാൻ കൈവിട്ടില്ല. കേട്ടങ്ങ് നടത്തിച്ചു. അത് കൂടെ പൊറുക്കാനുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. എനിക്കേ മണ്ണിനോട് ഭ്രാന്തമായ ആഗ്രഹമാ. കുഴപ്പം പിടിച്ച തർക്കഭൂമികളൊക്കെ ചെറിയ വിലയ്ക്ക് കിട്ടും. ചന്ദ്രൻ ജോലിയിൽ തിരിച്ചു കയറിയാൽ അതിനൊക്കെ ആധാരവും പട്ടയവും ഉണ്ടാവും. ചന്ദ്രന്റെ പേരിൽ ഇപ്പോഴുള്ള വീടും പുരയിടത്തിലും എനിക്ക് കണ്ണുണ്ട്. പക്ഷേ അതിന് തടസ്സം ചന്ദ്രന്റെ 5 മക്കളാ. അവരെ ഒഴിവാക്കി തരണം. തട്ടിക്കൊണ്ടുപോലൊന്നും നടക്കുന്ന കാര്യമല്ല. വേണ്ട, അനാഥാലയത്തിലേക്കാണെന്നും പറഞ്ഞ് ഞാൻ അവരെ വീട്ടിൽ നിന്ന് ഇറക്കിത്തരാം. ബാക്കി കാര്യം വാസു നോക്കിയാ മതി. അങ്ങനെ ഇറക്കി വിടുവോ പിള്ളേരെ? ഇറക്കിയിരിക്കും. ചന്ദ്രനും അവരൊന്ന് ഒഴിവായി കിട്ടിയാ മതിയെന്നാണ്. വാസു ഈ കാര്യം ഏൽക്കണം. ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ കാശ് കിട്ടണം. ചന്ദ്രൻ തരാനുള്ളതിന്റെ 4 ഇരട്ടി കിട്ടും. എന്നാ ഞാൻ ഏറ്റു. നമ്മൾ തമ്മിൽ പരിചയം ഉണ്ടെന്ന് പോലും ആരും അറിയരുത്. ഇല്ല. എന്നാ നാളെ തയ്യാറായി നിന്നോ. ബാക്കിയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. നമ്മുടെ റോസയില് ആദ്യമായിട്ടുണ്ടായ പൂവാ. അമ്മ നട്ടുവെച്ചിട്ട് പോയ ചെടിയല്ലേ. അപ്പൊ ഇത് അമ്മയ്ക്ക് എന്നെ കൊടുക്കാം. വാ. അമ്മയുടെ ഫോട്ടോ എവിടെ? ആരാ അമ്മയുടെ ഫോട്ടോ എടുത്ത് മാറ്റിയേ? അച്ഛനായിരിക്കും ചേച്ചി. ആര് മാറ്റിയാലെന്താ? മരിച്ചു പോയവര് പോയി. അതെ, ഇനി ഇവിടെ ഫോട്ടോയുടെ ഒന്നും ആവശ്യമില്ല. വേണം. ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ അമ്മയെ കണ്ടോണ്ടിരിക്കണം. അതൊന്നും വേണ്ട. ഇനി നിങ്ങൾക്ക് ഒരമ്മയുള്ളൂ. അത് ഈ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന ആളാ. കലാവതിയാ ഇനി നിങ്ങളുടെ അമ്മ. അല്ല, ഞങ്ങൾക്ക് അവരെ വേണ്ട. അവരല്ല, അമ്മ. അങ്ങനെ വിളിച്ച് ശീലിച്ചോണം. പറ്റില്ല. ഞങ്ങൾക്ക് ഒരമ്മയുള്ളൂ. വേറെ ആരും ഞങ്ങളുടെ അമ്മയാവില്ല. അമ്മയുടെ ഫോട്ടോ ഞങ്ങൾക്ക് വേണം. എന്താ ഇവിടെ? തള്ളയുടെ ഫോട്ടോ വേണോന്നു? എന്റെ പൊന്നു മക്കളുമാരെ, അതിന് സ്വപ്നം കണ്ടാ മതി. ചന്ദ്രൻ ഒന്നിങ്ങ് വന്നേ, ഒരു പ്രധാന കാര്യം പറയാനുണ്ട്.